الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ, അവൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് തഖ്വാബോധത്തോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെക്കുറിച്ചുള്ള വിചാരങ്ങളും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ പാലിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഈ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തിലെ സുഖവും ക്ഷേമവും സൗഖ്യവും മരണാനന്തര ജീവിതത്തിലുള്ള നമ്മുടെ വിജയവും എന്നാണ് വിശുദ്ധ ഖുർആൻ തഖ്വയെക്കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരമാവധി നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് ജീവിതത്തിൽ സാധ്യമാകുന്നത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിക്കുന്നത്. തഖ്വയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ അവകാശങ്ങൾ, എന്തൊക്കെ ബാധ്യതകൾ, ആരോടൊക്കെ എന്തൊക്കെ കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടതുണ്ടോ അത് അതാതിൻ്റെ സമയങ്ങളിൽ കൃത്യമായി നിർവഹിച്ചു തീർക്കുന്നത് തഖ്വയുടെ ഒരു ഭാഗമായിക്കൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം അത് കുടുംബത്തോടൊപ്പമാകുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും വൈവാഹിക ജീവിതത്തിലും ദാമ്പത്യത്തിലുമൊക്കെ നമ്മൾ പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ചും നിയമനിർദ്ദേശങ്ങളെക്കുറിച്ചും ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും സുരക്ഷയ്ക്കും വേണ്ടി വിവാഹവേളയിൽ തന്നെ അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് വിവാഹം അത് നിർവഹിക്കപ്പെടുമ്പോൾ അതിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു രക്ഷാധികാരി ഉണ്ടായിരിക്കണമെന്നുള്ളത്. വിവാഹം സാധുവാകണമെങ്കിൽ ഒരു വലിയ ഉണ്ടാകണം എന്ന് കൃത്യമായി ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വലിയിൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന, അവരുടെ രക്ഷാധികാരികളുടെ അനുവാദത്തോടെ നിങ്ങൾ അവരെ വിവാഹം ചെയ്യുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്.
സ്ത്രീകളെ നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ അത് അവരുടെ രക്ഷാധികാരികളുടെ അനുവാദത്തോടു കൂടിയായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അയ്യുമ്മ ഇംറഅത്തിൻ നകഹത് നഫ്സഹാ ബിഗൈരി ഇദ്നി വലിഹാ ഫനികാഹുഹാ ബാത്തിലുൻ 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 3 തവണ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ രക്ഷാധികാരിയുടെ അനുവാദമില്ലാതെയാണ് വിവാഹിതയാകുന്നതെങ്കിൽ അവളുടെ വിവാഹം അത് അസാധുവാണ്, അത് ബാത്തിലാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. മാത്രവുമല്ല അവിടുന്ന് പറയുകയുണ്ടായി, ലാ നിക്കാഹ ഇല്ലാ ബിവലിയിൻ, ഒരു വലിയില്ലാതെ, ഒരു രക്ഷാധികാരിയില്ലാതെ ഒരിക്കലും വിവാഹമില്ല എന്നാണ് അവിടുന്ന് നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടുന്ന് പറയുകയുണ്ടായി, ലാ തസവ്വജൽ മർഅത്തുൽ മർഅ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. വലാ തുസവ്വജുൽ മർഅത്തു നഫ്സഹ, ഒരു സ്ത്രീ അവളെ തന്നെ സ്വയം മറ്റുള്ളവർക്ക് വിവാഹം ചെയ്യാവുന്നതുമല്ല. ഫഇന്ന الزാനിയ ഹിയ അല്ലതി തുസവ്വിജു നഫ്സഹ, തന്നെ തന്നെ മറ്റുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നവൾ അഭിസാരികയാണെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ വിവാഹവേളയിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രവാചക പാഠങ്ങളായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആരായിരിക്കണം വലിയ എന്നതിനും കൃത്യമായ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. മക്കളെ പോറ്റി വളർത്തുന്ന, അവരുടെ ഭാവിയിലും അവരുടെ വളർച്ചയിലും അവരുടെ സമാധാനപൂർണമായ ജീവിതത്തിലും ശ്രദ്ധയുള്ള രക്ഷിതാവ് തന്നെയാണ് വലിയായി വരേണ്ടത്. ഒന്നാമത്തെ മുൻഗണന മക്കളെ പോറ്റി വളർത്തുന്ന രക്ഷിതാവിന് തന്നെയാണ്. രക്ഷിതാവില്ലാത്ത സന്ദർഭത്തിലാണ് പിതാമഹൻ അങ്ങനെ ഉയർന്നു പോകുന്നത്. അല്ലെങ്കിലോ തൻ്റെ സഹോദരന് തൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്, സഹോദരപുത്രനെ വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. പിതാവില്ലാത്ത സന്ദർഭത്തിൽ പിതൃവ്യനുണ്ടെങ്കിൽ പിതൃവ്യന് വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ പിതൃവ്യപുത്രന് വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പിതൃകുടുംബത്തിലെ ഈ ബന്ധങ്ങളിലാണ് ശരിക്ക് വിലായത്തുള്ളത് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി വലിയ ഉണ്ടായിരിക്കെ തന്നെ വലിയന് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അസൗകര്യമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അദ്ദേഹം അത് നിർവഹിക്കാൻ പറ്റാത്ത രോഗ അവസ്ഥയിലാവുകയാണെങ്കിലോ പിതാവിന് മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. വക്കാലത്ത് അത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അതൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ ഖാദിയായിരിക്കും അതിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ഇസ്ലാമിലെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ രക്ഷിതാക്കളില്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളായി ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഫസുൽത്താനു വലിയു മൻ ലാ വലിയ ലഹു, വലിയില്ലാത്ത ഒരാൾക്ക് ആ വലിയായി വിവാഹത്തിൽ കടന്നു വരുന്നത് അവിടെയുള്ള ഭരണാധികാരിയായിരിക്കും, അല്ലെങ്കിൽ ഖാദിയായിരിക്കും എന്നതാണ്. നമുക്കറിയാം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും, കുടുംബക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർ ഈ ദീനിലേക്ക് വരാത്തവരാണ് എന്നതിനാൽ തന്നെ അവർക്ക് ഈ വിലായത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് നിർവഹിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവരുമായി ബന്ധപ്പെട്ട ഖാദിക്ക് നിർവഹിക്കാവുന്നതാണ് എന്നിങ്ങനെയാണ്. അപ്പം ഇതേപോലെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഓരോ സന്ദർഭങ്ങളിലും ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. അത് പാലിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകൻ്റെ ചര്യകൾ ജീവിതത്തിൽ നമുക്ക് പകർത്താനാകുന്നത് നമ്മുടെ മനസ്സിലുള്ള തഖ്വാബോധത്തിൻ്റെ അടയാളമായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ സ്ത്രീയും പുരുഷനും പരസ്പരം കണ്ട് തൃപ്തിപ്പെട്ടാൽ രക്ഷാധികാരി അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് ആ വിവാഹത്തിന് എതിര് നിൽക്കാൻ പാടില്ല എന്നുകൂടിയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി
ഈ വിവാഹത്തിന് എതിര് നിൽക്കാൻ പാടില്ല, തടസ്സം നിൽക്കാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ അനുചരനായിരുന്ന മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരിയെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ വിവാഹ ജീവിതം ജീവിതത്തിനിടയിൽ പൊരുത്തക്കേടുകളുണ്ടായി. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ അവർക്ക് അവരുടെ വിവാഹമോചനം നടക്കുകയുണ്ടായി. വിവാഹമോചനം നടന്നു. ഇദ്ദയുടെ കാലാവധികൾ ഓരോന്നോരോന്ന് കഴിഞ്ഞു പോയപ്പോഴും ആ വിവാഹം ചെയ്ത വ്യക്തിക്ക് തൻ്റെ സഹോദരിയെ തിരിച്ചെടുക്കണമെന്ന ആഗ്രഹമുണ്ടായില്ല. എന്നാൽ കാലാവധി കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവിന് തൻ്റെ ഭാര്യയെ രണ്ടാമത് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ആഗ്രഹം ജനിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് മടക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തരണമെന്ന്. ആ സന്ദർഭത്തിൽ അദ്ദേഹം അതിന് തടസ്സം നിന്നു. ഈ ഒരു വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് അവതീർണമായി. സൂറ അൽ ബഖറയിലുള്ള ആയത്ത്, ഫലാ തഅലിലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന ഫലാ തഅലിലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന, തങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, ഇണകൾക്ക് അവരെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് ഒരിക്കലും നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല. ഇദാ തറാളൂ ബൈനഹും ബിൽ മഅറൂഫ്, ആ സ്ത്രീയും പുരുഷനും മാന്യമായ നിലക്ക് തൃപ്തിപ്പെട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ പരസ്പരം തൃപ്തിപ്പെട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളതിന് തടസ്സം നിൽക്കാൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് അവതീർണമായി. ദാലിക യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരോട് അള്ളാഹു ഇപ്രകാരം ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാലിക അസ്കാ ലക്കും വഅത്ഹർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പരിപാവനവും സംശുദ്ധവുമായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കലാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ സൂക്തം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരസ്പരം സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല എന്നാണ്. ഈ ആയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കുറിച്ച് സൂചിപ്പിച്ച് ഇറങ്ങിയതാണെന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അത് പാരായണം ചെയ്തു കൊടുത്ത സന്ദർഭത്തിൽ അത് കേട്ടുകൊണ്ട് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, സമഅൻ ലിറബ്ബി വത്വഅ, സമഅൻ ലിറബ്ബി വത്വഅ, എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ ഞാൻ ശിരസാ വഹിച്ചിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, അത് പരിപൂർണമായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ വിളിച്ചു. ആദ്യം ഭർത്താവിനെ വിളിച്ചു. സുമ്മദ്ദഅഹു ഫഖാല ഉസവ്വിജുക വ ഉക്രിമുക, ഞാൻ എൻ്റെ സഹോദരിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം, അങ്ങനെ താങ്കളെ ഞാൻ ആദരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹം നടന്നതായി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു രക്ഷിതാവ് എപ്പോഴും സ്ത്രീയുടെ സുരക്ഷിതത്വവും അതേപോലെ തന്നെ അവരുടെ സംരക്ഷണവുമാണ് ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണ് അവരുടെ ദൗത്യം നിർവഹിക്കേണ്ടത് എന്നതാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്കും വിവാഹത്തിന് സമ്മതമുണ്ടാകണം, അവരുടെ അനുവാദം ലഭിക്കണമെന്നും ഇസ്ലാം ഒരു നിബന്ധനയായി വെച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ സംസ്കാരം, പ്രത്യേകിച്ച് വിവാഹത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ പിതാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ നിലക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. മകളുടെ സമ്മതം ചോദിക്കാതെ പിതാവ് ചിലപ്പോൾ അയാൾക്കിഷ്ടമുള്ള ആളുകളെ കൊണ്ട് അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് കിഴവനായാലും മകളെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു രീതി ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം വന്നതിന് ശേഷം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന സർവ്വ അവകാശങ്ങളെയും അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും
അതേപോലെ തന്നെ അവർക്ക് ഈ വിഷയത്തിലൊക്കെ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതായി പ്രവാചകന്റെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഅ്മർ. ഒരു വിധവയെ പുനർവിവാഹം ചെയ്യണമെങ്കിൽ അവളുടെ നിർദ്ദേശം ലഭിക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅ്ദൻ. കന്യകയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചയക്കണമെങ്കിൽ അവളുടെയും സമ്മതം, അനുവാദം വാങ്ങണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ സഹാബത്ത് റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വകൈഫ ഇദ്നുഹ. കന്യകയായ ഒരു സ്ത്രീ എങ്ങനെയാണ് സമ്മതം നൽകുക? ഖാല റസൂലുള്ളാഹ് അൻ തസ്കുത്. അവൾ മൗനം പാലിച്ചാൽ മതി, അത് അവളുടെ സമ്മതമായി അംഗീകരിക്കാമെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും ഇതേപോലെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാലത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നൽ ബിക്റ തസ്തഹി. കന്യകയായ സ്ത്രീക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനും അത് അനുവാദം ചോദിക്കുവാനും ഒക്കെ ചോദിച്ചാൽ മറുപടി പറയാനുമൊക്കെ നാണമുണ്ടാകില്ലേ? ഖാല റിലാഹ സുംതുഹ. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, ഈ വിവാഹത്തിന് അവൾക്ക് തൃപ്തിയുണ്ട് എന്നതിൻ്റെ തെളിവ് അവളുടെ മൗനമായി നമ്മൾ അംഗീകരിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിവാഹ ചർച്ചകൾ നമ്മുടെ മക്കളെ, പെൺമക്കളെ ആണെങ്കിലും ആൺമക്കളെ ആണെങ്കിലുമൊക്കെ വിവാഹ സന്ദർഭത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അങ്ങനെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു രീതിയാകണം എന്നതാണ് ഇതിൽ നിന്നെല്ലാം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, അൽ ബിക്റു യസ്തഇദിനു അബൂഹ. ഒരു കന്യകയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പിതാവ് അവളോട് ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമാണോ, അനുവാദമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അന്ന റജുലൻ സവ്വജ ഇബ്നതഹു വഹിയ യക്റഹ്. ഒരു വ്യക്തി തൻ്റെ പെൺകുട്ടിയെ, അവൾ കന്യകയായിരിക്കെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. വഹിയ കാരിഹ. അവൾക്ക് ആ വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. ഫഅത്തത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരുന്നു, റസൂലേ, എൻ്റെ പിതാവ് എന്നെ ഇന്ന വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ വിവാഹത്തിൽ ഞാൻ സംതൃപ്തയല്ല. ആ സന്ദർഭത്തിൽ റസൂൽ എന്ന് പറയുന്നു, ഫഖയ്യറഹ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് അവളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. വേണമെങ്കിൽ നിനക്കത് അംഗീകരിക്കാം, അല്ലെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് നിനക്ക് ഒഴിവാകാം. ഖൻസ ബിൻതു ഖിദാം, അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അവരുടെ പിതാവ് ഇന്ന അബാഹ സവ്വജഹ വഹിയ കാരിഹ. ഖൻസ ബിൻതു ഖിദാമിൻ്റെ പിതാവ് അവരെ ഒരുത്തൻ്റെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ അവൾക്ക് അതിന് ഇഷ്ടമില്ലായിരുന്നു. വഹിയ കാരിഹ. ഫറദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹഹ. ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ലാതെ നടത്തിയ ഈ നിക്കാഹിനെ ദുർബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നിക്കാഹ്, വിവാഹം ഒരിക്കലും ആരുടെ ജീവിതത്തിലും ഒരു ഭാരമായി വരാൻ പാടില്ല എന്ന കാര്യമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശങ്ങളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം എന്നൊക്കെ മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സംതൃപ്തിയും ലഭിക്കുന്ന കാര്യങ്ങളായി വരണമെന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അന്ന റജുലൻ സവ്വജ ഇബ്നതഹു വഹിയ ബിക്റുൻ ബിഗൈരി അംരിഹാ. ഒരു വ്യക്തി തൻ്റെ മകളെ ഒരുത്തന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ബിഗൈരി അംരിഹാ, അവളുടെ യാതൊരു നിർദ്ദേശവുമില്ലാതെയാണ് പിതാവ് അങ്ങനെ ചെയ്തത്. ഫഅത്തത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവളും പരാതിയുമായി പ്രവാചകന്റെ അരികിൽ വരുന്നു. റസൂലേ, എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതിൽ തൃപ്തിയില്ല. ഫഫറഖ ബൈനഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലുള്ള ഈ വിവാഹത്തെ വേർപ്പെടുത്തി. ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു കാര്യം, ഇഷ്ടപ്പെടാത്തവനെ വരനായി സ്വീകരിക്കേണ്ടി വന്നാലുള്ള പ്രത്യാഘാതങ്ങൾ. നേരെ മറിച്ചും
നമുക്കൊരിക്കലും താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരുവളെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ചിങ്ങനെ മാനസികമായ സംഘർഷങ്ങളും പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും ടെൻഷനുകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടുള്ളൊരു ജീവിതമല്ല ദാമ്പത്യത്തിലും വൈവാഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിതസ്കുനു ഇലൈഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അവൻ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ പരസ്പരം സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ വേണ്ടിയാണ് എന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായി നമ്മൾ പാലിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി ഇതിലെല്ലാം നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കിലും നമ്മുടെ നോക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ നിലപാടുകളിലും നമ്മുടെ സമീപനങ്ങളിലും അത് ഏത് രംഗത്താണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നാം പാലിക്കുകയാണെങ്കിൽ അതിലായിരിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരിക. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കണമെന്നും ചിട്ടയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഇസ്ലാമികമായ രീതിയിൽ പരിവർത്തിപ്പിക്കാൻ പരിശ്രമിക്കണമെന്നും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ഗൗരവം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ വേണ്ടി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രായപൂർത്തിയായ നമുക്കാർക്കും തന്നെ വോട്ടവകാശമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരാളെ വോട്ടറായി അംഗീകരിക്കുന്നതിനുള്ള രേഖയായി ആധാർ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായി നമുക്ക് കിട്ടിയിട്ടുള്ളത് ആധാർ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുള്ളത് ഇപ്പോൾ കേവലം ഒരു വോട്ടവകാശം മാത്രമല്ല, നമ്മുടെ പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖ കൂടിയാണ് ഇന്ന് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. നാം ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു പൗരത്വ രേഖയായി കൂടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എന്യൂമറേഷൻ പ്രവർത്തനങ്ങളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ കാര്യം ഗൗരവത്തിലെടുക്കുകയും വേണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. 2002 വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ, പ്രവാസികളായി കഴിഞ്ഞുകൂടിയ ധാരാളം ആളുകളുടെ പേര് ഇപ്പോൾ ആ വോട്ടർ ലിസ്റ്റിലില്ല. 2002 വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരക്കാരായ ആളുകൾ പ്രത്യേകിച്ചും എന്ത് വേണം, ഇനി 2025 ഈ വോട്ടർ ലിസ്റ്റിൽ തങ്ങളുടെ പേരുകൾ ഉണ്ടെങ്കിലും അവരുടെ ഈ എന്യൂമറേഷൻ ഫോറം എല്ലാവരും അത് കൃത്യമായി നമ്മുടെ BLOമാർ നമ്മുടെ വീടുകളിൽ വരികയാണെങ്കിലും നമ്മുടെ ഓരോ വീടുകളിലും എത്ര വോട്ടർമാരുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് യാതൊരു പിശകും കൂടാതെ സൂക്ഷ്മതയോടുകൂടി പൂരിപ്പിച്ചു കൊടുക്കുന്ന ബാധ്യത നമ്മളെല്ലാവരും കൃത്യമായി നിർവഹിക്കണമെന്നാണ് പ്രാധാന്യപൂർവം ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരായി മാറണമെങ്കിൽ
ഇതേപോലെ ഈ എന്യൂമറേഷൻ ഫോം കൃത്യമായി പൂരിപ്പിച്ച് നൽകി ഇനി പുതുക്കി വരുന്ന ഈ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും പേരുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും നിരായുധരായിട്ടുള്ള അവസ്ഥയിലാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ സമ്മതിദാന അവകാശമാണ്, വോട്ട് ചെയ്യാനുള്ള നമ്മുടെ അവകാശമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി അല്ല നമ്മൾ കാണേണ്ടത്. ഇത് നമ്മുടെ നാട്ടിൽ ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി നമ്മുടെ ബാധ്യതയായി ഏറ്റെടുത്ത് നടത്തുക. ഇതിൽ പല ആളുകളും അശ്രദ്ധരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യേണ്ട ബാധ്യത കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖും സഹായവും അവൻ നമുക്ക് നൽകുമാറാകട്ടെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.